ഹായ് മക്കളെ, അപ്പോൾ നമ്മുടെ വേ ഓപ്റ്റിക്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിട്ട് പോകേണ്ട രണ്ട് സംഗതികളാണ് ഹൈഗൻ പ്രിൻസിപ്പിളും അതേപോലെ തന്നെ ഹൈഗൻ പ്രിൻസിപ്പിൾ ഉപയോഗിച്ചുകൊണ്ട് ലോ ഓഫ് റിഫ്ലക്ഷനും ലോ ഓഫ് റിഫ്രാക്ഷനും പ്രൂവ് ചെയ്യാൻ. അപ്പോൾ അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം ചോദിച്ചിരിക്കുന്നതും ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഹൈഗൻ പ്രിൻസിപ്പിൾ പറയുന്നത്. ഹൈഗൻ പ്രിൻസിപ്പിൾ പറയുന്നത് നമ്മുടെ കയ്യിൽ ഒരു സോഴ്സ് ഉണ്ട്, ആ സോഴ്സ് ഒരു പ്രൈമറി വേവ് ഫ്രണ്ട് പ്രൊഡ്യൂസ് ചെയ്തു. ഈ പ്രൈമറി വേവ് ഫ്രണ്ടിലെ ഈച്ച് ആൻഡ് എവറി പോയിന്റ്, എല്ലാ പോയിന്റുകളും പുതിയ എന്തായിട്ട് ആക്ട് ചെയ്യുന്നു? ഒരു സോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. ആ പുതിയ സോഴ്സ് ഒരു സെക്കൻഡറി വേവ്ലെറ്റ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ സെക്കൻഡറി വേവ്ലെറ്റ്സിന്റെ ടാൻജൻഷ്യൽ സർഫസ് ആണ് നമുക്ക് സെക്കൻഡറി വേവ് ഫ്രണ്ടിനെ തരുന്നത്. അപ്പോൾ സെക്കൻഡറി വേവ് ഫ്രണ്ടിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഹൈഗൻ പ്രിൻസിപ്പിൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഈ സെക്കൻഡറി വേവ്ലെറ്റ്സിന്റെ സ്പീഡും നമ്മളുടെ ഈ സോഴ്സിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന വേവിന്റെ സ്പീഡ് അല്ലെങ്കിൽ പ്രൈമറി വേവ് ഫ്രണ്ടിന്റെ സ്പീഡും ഈക്വൽ ആയിരിക്കും. ഇതാണ് ഹൈഗൻ പ്രിൻസിപ്പിൾ പറയുന്നത്. അപ്പോൾ നോക്കിക്കാണ് ഹൈഗൻ പ്രിൻസിപ്പിൾ. അക്കോർഡിംഗ് ടു ഹൈഗൻ പ്രിൻസിപ്പിൾ, ഈച്ച് ആൻഡ് എവരി പോയിന്റ് ഓൺ ദി പ്രൈമറി വേവ് ഫ്രണ്ട് ആക്ട് ആസ് എ സോഴ്സ് സെൻഡിങ് ഔട്ട് സെക്കൻഡറി വേവ്ലെറ്റ്സ്. The tangential surface of this secondary wavelets from the secondary wave front. റെഡി അല്ലേ മക്കളെ? യെസ്. ഇനി ഇത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? റിഫ്രാക്ഷൻ എങ്ങനെയാണ് പ്രൂവ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. നമ്മുടെ കയ്യിൽ ഒരു പ്ലെയിൻ വേവ് ഫ്രണ്ട് നിങ്ങൾ കാണുന്നുണ്ട്. ഈ പ്ലെയിൻ വേവ് ഫ്രണ്ട് പേര് ഞാൻ കൊടുക്കുന്നു, AB ആണ് പ്ലെയിൻ വേവ് ഫ്രണ്ട്. ഇൻസിഡന്റ് വേവ് ഫ്രണ്ട് ആണ് AB എന്ന് പറയുന്നത്, ഇൻസിഡന്റ് ചെയ്യുന്ന വേവ് ഫ്രണ്ട്. ഇൻസിഡന്റ് വേവ് ഫ്രണ്ടും സർഫസുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് ആംഗിൾ ഓഫ് ഇൻസിഡന്റ്. നമുക്ക് അതിന് എന്ത് വിളിക്കാം? I എന്ന് വിളിക്കാം. അങ്ങനെ ബിയിൽ എന്ത് സംഭവിക്കുന്നു? ഈ മീഡിയത്തിലൂടെ ലൈറ്റ് ട്രാവൽ ചെയ്യുന്ന വെലോസിറ്റി ആണ് V1. ഈ സെക്കൻഡ് മീഡിയത്തിലൂടെ ലൈറ്റ് ട്രാവൽ ചെയ്യുന്ന വെലോസിറ്റി എന്നാണ് V2 ആണ്. ഫസ്റ്റ് മീഡിയം റെയർ മീഡിയം ആണ്, സെക്കൻഡ് മീഡിയം ഡെൻസർ മീഡിയം ആണ്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N1 ഉം N2 ആണ്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ബി നേരെ പോയി ഇവിടെ ഇൻസിഡന്റ് ചെയ്യുന്നു. അപ്പൊ ബിക്ക് റിഫ്രാക്ഷൻ ഒന്നും സംഭവിക്കുന്നില്ല, നേരെ പോയി ഇൻസിഡന്റ് ചെയ്യുന്നു. അതേ സമയത്ത് എക്ക് എന്ത് സംഭവിക്കുകയാണ്? റിഫ്രാക്ഷൻ സംഭവിക്കുകയാണ്. നമുക്കറിയാം നേരെ വരുന്ന ഈ റേ എന്ത് ചെയ്യുന്നു? ഈ നോർമലിന്റെ അടുത്തോട്ടേക്ക് എന്ത് ചെയ്യുന്നു? ബെൻഡ് ചെയ്യുന്നു. ബെൻഡ് ടുവേർഡ്സ് നോർമൽ. അങ്ങനെ നമുക്ക് ഇതിനേക്കാൾ ഇപ്പൊ ഈ ബി സിയുടെ ലെങ്ത് എന്ന് പറയുന്നത് V1T ആണെന്ന് എടുത്തു. നമുക്കറിയാം ഡിസ്പ്ലേസ്മെന്റ് ഇസ് ഈക്വൽ ടു വെലോസിറ്റിയുടെ ടൈം ആണ്. അപ്പൊ ബി സിയുടെ നീളം V1T ആണെങ്കിൽ ഞാൻ പറയുകയാണ് ഈ റേ ഇവിടം വരെ വന്നു. ഇതിനേക്കാൾ ബി സിനേക്കാൾ നീളം കുറവായിരിക്കും. ഞാൻ ഈ പോയിന്റ് ഡി എന്ന് വിളിച്ചാൽ ബി സിനേക്കാൾ നീളം കുറവായിരിക്കും ആർക്ക്? ഡിക്ക്. അത് ADക്ക്. അതെന്തുകൊണ്ടായിരിക്കും? കാരണം ഇത് ഡെൻസർ മീഡിയം ആണ്. ഇതിലെ കൂടെ ലൈറ്റ് വളരെ പതിയെ മാത്രമേ ട്രാവൽ ചെയ്യത്തുള്ളൂ. ഇതേ സമയം കൊണ്ട് ഇവിടെ സഞ്ചരിക്കുന്ന ദൂരം കുറവായിരിക്കും. അപ്പൊ ADയുടെ നീളം നമുക്ക് എന്ത് വിളിക്കാം മക്കളെ? V2T എന്ന് വിളിക്കാം. ഓക്കെ. ഇനി ഹൈഗൻ പ്രിൻസിപ്പിൾ വെച്ച് എങ്ങനെയാണ് ഈ പൊസിഷൻ കണ്ടുപിടിക്കുന്നത്? അതിന് നിങ്ങൾ ചെയ്യേണ്ട പരിപാടി, ബി സിനേക്കാൾ നീളം കുറവാണെന്ന് ഉറപ്പാണ് അല്ലെ. അപ്പൊ ADയുടെ നീളം നമുക്ക് എല്ലാവർക്കും അറിയാം. ADയുടെ നീളം എന്താണ്? V2T ആണ്. അപ്പൊ ഈ ലെങ്ത് നിങ്ങൾ കോമ്പസിൽ എടുക്കുക. അപ്പൊ സാർ എങ്ങനെയാണ് ഈ ലെങ്ത് ഞങ്ങൾ കോമ്പസിൽ എടുക്കുന്നത് ചോദിക്കാം. അപ്പൊ നിങ്ങൾക്കറിയാം ബി സിനേക്കാൾ നീളം കുറവാണ്. അപ്പൊ ബി സിനേക്കാൾ നീളം കുറച്ചുകൊണ്ട് നിങ്ങൾ കോമ്പസിൽ ഒരു ലെങ്ത് എടുക്കുക. ആ ലെങ്ത് എടുത്തിട്ട് നിങ്ങൾ അവിടെ ഒരു ആർക്ക് വരയ്ക്കുക. അപ്പൊ ആർക്ക് വരക്കുമ്പോൾ ഇത് എവിടെയാണ് നമ്മുടെ എന്ത് വരുന്നത്? സെക്കൻഡറി വേവ് ഫ്രണ്ടിന്റെ പൊസിഷൻ വരുന്നത്. അപ്പൊ അത് കണ്ടുപിടിക്കാൻ വേണ്ടി അപ്പൊ ഓൾറെഡി നമുക്കറിയാം ബി ഇപ്പോൾ സിയിലെത്തി, എ എവിടെ എത്തി എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ സിയിൽ നിന്നുകൊണ്ട് ഹൈഗൻ പ്രിൻസിപ്പിൾ പറയുന്നത് ഒരു ടാൻജന്റ് വരയ്ക്കുക. യെസ്, ഒരു ടാൻജന്റ് വരച്ചു എങ്കിൽ ഡി എന്ന് പറയുന്ന പോയിന്റ് ഇപ്പൊ ഇവിടെ ആയിരുന്നു നമുക്ക് ഉറപ്പായി. അങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം. ഇനി അതേപോലെ തന്നെ അപ്പൊ ഡി സി എന്ന് പറയുന്നത് എന്തായിരിക്കും? നമുക്കറിയാം റിഫ്രാക്റ്റഡ് വേവ് ഫ്രണ്ട് ആണ് അല്ലെ. റിഫ്രാക്റ്റഡ് വേവ് ഫ്രണ്ട് സർഫസ് ആയിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ എന്തായിരിക്കും? ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. നമുക്ക് അതിന് എന്ത് വിളിക്കാം? R എന്ന് വിളിക്കാം. ഇനി നമുക്ക് സ്നെൽസ് ലോ പ്രൂവ് ചെയ്യാം. വളരെ എളുപ്പമാണ്. സൈൻ ഐയും സൈൻ ആറും കണ്ടുപിടിച്ചാൽ മതി. അവിടെ നമുക്ക് സൈൻ ഐ ഇസ് ഈക്വൽ ടു നമുക്ക് എല്ലാവർക്കും അറിയാം ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടനസ് ആണ്. അപ്പൊ നമുക്ക് എഴുതാം V1T ബൈ എന്താണ് മക്കളെ? AC ആണ്. ഇതേപോലെ നമ്മൾ സൈൻ ആർ നോക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ കിട്ടും V2T ബൈ നമുക്ക് എന്ത് കിട്ടി? AC എന്ന് കിട്ടി. സൈൻ ഐ ബൈ സൈൻ ആർ നമ്മൾ കണ്ടുപിടിക്കാൻ നേരത്ത് സൈൻ ഐ ബൈ സൈൻ ആർ ഇതിന്റെ റേഷ്യോ നമ്മൾ എടുക്കാൻ നേരത്ത് നമുക്ക് AC കട്ട് ചെയ്യാം, TT കട്ട് ചെയ്യാം. നമുക്ക് കിട്ടും V1 ബൈ എന്ത് കിട്ടി മക്കളെ? V2 എന്ന് കിട്ടി. നമുക്കറിയാം N1 ഇസ് ഈക്വൽ ടു അല്ലെങ്കിൽ V ഇസ് ഈക്വൽ ടു അല്ലെങ്കിൽ V1 ഇസ് ഈക്വൽ ടു C ബൈ N1 ആണ്. C ബൈ N1 ആണ്. അതേപോലെ തന്നെ V2 ഇസ് ഈക്വൽ ടു നമുക്ക് പറയാം C ബൈ എന്താണ്? N2 ആണ്. അപ്പോൾ V1 ബൈ V2 നമുക്ക് പറയാം V1 ബൈ V2 ഇസ് ഈക്വൽ ടു നമുക്ക് റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും N2 ബൈ എന്ത് കിട്ടും? N1 എന്ന് കിട്ടും. റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ സിയും സിയും നമുക്ക് കട്ട് ചെയ്ത് കളയാം. സിയും സിയും കട്ട് ചെയ്ത് കളയാം. സിയും സിയും നമുക്ക് കട്ട് ചെയ്ത് കളയാം. N2 ചാടി മുകളിൽ കയറി N2 ബൈ N1 എന്ന് കിട്ടി. അങ്ങനെ നമുക്ക് ഫൈനലി ആൻസർ കിട്ടി സൈൻ ഐ ബൈ സൈൻ ആർ. സൈൻ ഐ ബൈ സൈൻ ആർ ഇസ് ഈക്വൽ ടു N2 ബൈ എന്ത് കിട്ടി മക്കളെ? N1 എന്ന് കിട്ടി. ഇതാണ് നമ്മളുടെ എന്തെന്ന് പറയുന്നത് നമ്മുടെ സ്നെൽസ് ലോ, നമ്മൾ ലോ എന്താണ് ഹൈഗൻ പ്രിൻസിപ്പിൾ ഉപയോഗിച്ചുകൊണ്ട് പ്രൂവ് ചെയ്തു. ഇതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? റിഫ്ലക്ഷൻ പ്രൂവ് ചെയ്യാം. നേരത്തെ പോലെ തന്നെ നമ്മുടെ ഇൻസിഡന്റ് വേവ് ആണ് വരുന്നത്. ഇൻസിഡന്റ് പ്ലെയിൻ വേവ് ഫ്രണ്ട്, അതിന് നമുക്ക് എന്ത് വിളിക്കാം? AB എന്ന് വിളിക്കാം. ബിക്ക് ഒന്നും സംഭവിക്കത്തില്ല, സെയിം മീഡിയം ആയതുകൊണ്ട് ബി നേരെ ഇവിടെ പോയി.
അങ്ങനെ ഇവിടെ എത്തി. ഈ പോയിന്റ് നമുക്ക് എന്ത് വിളിച്ചു? സി എന്ന് വിളിച്ചു. ഇനി നമുക്ക് എക്ക് റിഫ്ലക്ഷൻ സംഭവിച്ചു, അത് എവിടെ എത്തിയെന്ന് കണ്ടുപിടിക്കണം. അപ്പൊ ഞാൻ ജസ്റ്റ് നോർമലൊക്കെ വരച്ചു. എക്ക് ഇവിടെ എന്ത് സംഭവിച്ചു? റിഫ്ലക്ഷൻ സംഭവിക്കുന്നു. അപ്പൊ ഇതേ ആംഗിൾ തന്നെ ഇത് ഇങ്ങോട്ട് റിഫ്ലക്ട് ചെയ്യുന്നു. അതിപ്പോ ഇവിടെ എത്തി. ഈ പോയിന്റ് നമുക്ക് എന്ത് വിളിക്കാം? ഡി എന്ന് വിളിക്കാം. ഓക്കെ അല്ലേ? ഇതിങ്ങനെ ഹൈഗൻ പ്രിൻസിപ്പിൾ വെച്ച് ചെയ്യാം. ഇത് നമ്മൾ സിംപ്ലി റേ ഓപ്റ്റിക്സ് വെച്ച് ചെയ്തത്. ഹൈഗൻ പ്രിൻസിപ്പിൾ വെച്ച് നമുക്ക് എങ്ങനെ ചെയ്യാം? അത് വളരെ എളുപ്പമാണ്. ബി സിയുടെ നീളം നമുക്കറിയാം. ബി സിയുടെ നീളം എന്ന് പറയുന്നത് എന്താണ് മക്കളെ? വി ടി ആണ്. സെയിം മീഡിയം ആയതുകൊണ്ട് V1 V2 ഒന്നും വേണ്ട, വി എന്ന് മതി. വെലോസിറ്റി ടൈമാണ്. എങ്കിൽ നമുക്ക് ഉറപ്പാണ് എ ഡിയുടെ നീളം എന്ത് തന്നെ ആയിരിക്കും? എ ഡിയുടെ നീളവും വി ടി സെയിം ടൈം കൊണ്ട് സെയിം ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യും. അതായത് ബി സിയുടെ നീളവും എ ഡിയുടെ നീളവും എന്ത് തന്നെയായിരിക്കും? സെയിം തന്നെയായിരിക്കും. കാരണം സെയിം മീഡിയമാണ്, സെയിം ദൂരമാണ് ട്രാവൽ ചെയ്യുന്നത്. അപ്പൊ അത് നമുക്ക് കിട്ടി. ഇനി എങ്ങനെയാണ്? നമ്മുടെ കോമ്പസ് എടുക്കുക, സെക്കൻഡറി വേവ് ഫ്രണ്ടിനെ കണ്ടുപിടിക്കണം. കോമ്പസ് എടുക്കുക, ഹൈഗൻ പ്രിൻസിപ്പിൾ അനുസരിച്ച് ഈ നീളം എന്താണോ അതേ നീളത്തിൽ കുത്തിക്കൊണ്ട് നിങ്ങൾ കോമ്പസിൽ ഒരു ആർക്ക് വരയ്ക്കുക. അപ്പൊ ഇവിടെ എവിടെയാണ് നമ്മുടെ സെക്കൻഡറി വേവ് ഫ്രണ്ട് വരുന്നത്? ഉറപ്പാണ്. അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്കറിയാം ബി ഇപ്പോൾ സിയിലെത്തി. എ എവിടെ എത്തിയെന്നാ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ബി ഓൾറെഡി ഇവിടെ സിയിൽ എത്തിക്കഴിഞ്ഞു വേവ് ഫ്രണ്ട് ഒരു പോർഷൻ. അടുത്ത പോർഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി നൈസായിട്ട് നിങ്ങൾ എന്ത് വരയ്ക്കുക? ടാൻജൻഷ്യൽ സർഫസ് വരയ്ക്കുക. അടിപൊളി. അപ്പൊ ഡി സി ആണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? റിഫ്ലക്റ്റഡ് വേവ് ഫ്രണ്ട് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ മക്കളെ? ഇനി നമുക്ക് കുറച്ച് ആൾക്കാരെ എഴുതാം. ഇൻസിഡന്റ് വേവ് ഫ്രണ്ട് ആയ എ ബിയും സർഫസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളാണ് ആംഗിൾ ഓഫ് ഇൻസിഡന്റ്. നമുക്കതിനെ ഐ എന്ന് വിളിക്കാം. അതേപോലെ തന്നെ റിഫ്ലക്റ്റഡ് വേവ് ഫ്രണ്ട് സർഫസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളാണ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. നമുക്ക് അതിന് എന്ത് വിളിക്കാം? ആർ എന്ന് വിളിക്കാം. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? രണ്ട് ട്രയാംഗിൾ കൺസിഡർ ചെയ്യുന്നു. മുമ്പത്തെ പോലെ തന്നെയാണ് ഇവിടെയും. അവിടെ സൈൻ എ ബൈ സൈൻ ആണെങ്കിൽ ഇവിടെ രണ്ട് ട്രയാംഗിൾ കൺസിഡർ ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ട്രയാംഗിൾ എ ബി സി ആൻഡ് ട്രയാംഗിൾ എ ഡി സി. ട്രയാംഗിൾ എ ബി സിയും ട്രയാംഗിൾ എ ഡി സി നിങ്ങൾ എന്ത് ചെയ്യുക? കൺസിഡർ ചെയ്യുക. ഇവിടെ നമുക്ക് പറയാൻ പറ്റും, ആദ്യമേ നമുക്ക് കോമൺ സൈഡായ എ സി കോമൺ സൈഡാണ്. എ സി ഇസ് ഈക്വൽ ടു എന്താണ്? എ സി നമുക്ക് പറയാം അത് കോമൺ സൈഡാണ്. അതെന്താണ്? കോമൺ സൈഡാണ്. റെഡി? നമുക്ക് അടുത്ത് നോക്കാം. അടുത്ത സൈഡ് നമ്മൾ നോക്കുന്നത് എന്താണ് മക്കളെ? എ ഡിയും ബി സിയും ആണ്. രണ്ടും ഒരേ ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ബി സി ഈക്വൽ ടു എ ഡി എന്ന് പറയാം. ബി സി ഈക്വൽ ടു എന്താണ്? എ ഡി. ബിക്കോസ് നമുക്കറിയാം വി ഇൻറ്റു ടി ആണല്ലേ. സെയിം ടൈമിൽ സെയിം മീഡിയത്തിലൂടെ സെയിം ഡിസ്റ്റൻസ് ആയിരിക്കും ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കൊടുക്കാം. അതിന് കാരണം വെലോസിറ്റി ടൈമാണ്. ഇനി അടുത്തൊരു ആംഗിൾ നോക്കുന്നു. ഈ ആംഗിൾ 90 ഡിഗ്രി ആണ് അല്ലേ? നോക്കിയാൽ ഈ ആംഗിൾ 90 ഡിഗ്രിയാണ്, ഈ ആംഗിൾ 90 ഡിഗ്രിയാണ്. അപ്പോൾ ആംഗിൾ എ ബി സിയും ആംഗിൾ അതേപോലെ തന്നെ എ ഡി സിയും ഈക്വൽ ആണ്. അത് 90 ഡിഗ്രിയാണ്. ഒരു രണ്ട് ട്രയാംഗിൾസിന്റെ രണ്ട് സൈഡ്സും ഒരു ആംഗിൾ 90 ഡിഗ്രിയും ആണെങ്കിൽ ഉറപ്പാണ് ആ രണ്ട് ട്രയാംഗിളും എന്തായിരിക്കും? ഈക്വൽ ട്രയാംഗിൾ ആയിരിക്കും, കോൺക്രന്റ് ട്രയാംഗിൾ ആയിരിക്കും. therefore നമുക്ക് പറയാം triangle ABC is congruent to triangle ADC ആയിരിക്കും. ഇത് രണ്ട് ട്രയാംഗിൾ കോൺക്രന്റ് ആണ് നമുക്ക് പറയാം. therefore നമുക്ക് പറയാം ആംഗിൾ I is equal to മക്കൾ എന്തായിരിക്കും? ഇവിടെ ആംഗിൾ എന്തായിരിക്കും? R ആയിരിക്കും. ഓക്കെ, വളരെ എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഇതേപോലുള്ള വീഡിയോ ഇനി നമ്മൾ ഇടുന്നതായിരിക്കും. കുറച്ച് സമയം കൊണ്ട് നമുക്ക് കൂടുതൽ മാർക്കുകൾ കരസ്ഥമാക്കാം. അപ്പൊ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. അതുവരെ ബൈ ബൈ.